ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടൊരു ഈസി സ്നാക്ക് ഉണ്ടാക്കാം. അതിനായി 3 പാകത്തിന് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി 2 സൈഡും കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ പഴുത്തുപോയ പഴം ഇതിനെടുക്കാൻ പാടില്ല. ഓരോ പഴവും ഇതേമാതിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്റ്റീം ചെയ്യുമ്പോൾ പെട്ടെന്ന് വേകുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് മാറ്റാനും ഈസിയാണ്. ഇനി നേന്ത്രപ്പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പഴം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഇതേമാതിരി സ്റ്റീം ചെയ്യുകയാണ് വേണ്ടത്. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ കഴിയും. വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഗുണമെല്ലാം പോകും. പഴമെല്ലാം പീൽ ചെയ്ത് വെച്ചു. ഇനി ഇത് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ റെസിപ്പിയിൽ കാഷ്യൂ നട്ട്സും റൈസിൻസും നെയ്യും ഒന്നും ചേർക്കുന്നില്ല. കട്ട് ചെയ്തെടുത്ത പഴം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ ചിരകിയ തേങ്ങയാണ് ഇടുന്നത്. ആക്ച്വലി ഈ പഴത്തിൻ്റെ മധുരം മാത്രം മതി ഇത് കഴിക്കാൻ. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ അതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം. ശർക്കരപ്പൊടി പക്ഷെ കല്ലില്ലാത്തതായിരിക്കണം. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈസി സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.